നമസ്കാരം, ഞാൻ നജീബ് കൊടുതല. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണല്ലോ. നമുക്കിന്ന് അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് സ്റ്റൂ കൂടി ഉണ്ട്. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ, വാ. നമ്മുടെ ബിജു ബീഫ് സ്റ്റൂവിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചെമ്പ് റെഡിയായി, ബീഫ് കൊണ്ടുപോരെ. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. നമുക്കതൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 40 കിലോ ബീഫിൻ്റെ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ബീഫ് സ്റ്റൂവിന് നന്നായിട്ട് ഇറച്ചി കഴുകിയില്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ആ ഇറച്ചിയുടെ വെള്ളത്തിനൊരു കളറ് വ്യത്യാസം വരും. അപ്പോൾ നമുക്കത് സ്റ്റൂവിലേക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റൂവിൻ്റെ കളർ മാറും. എന്തായാലും ഞാൻ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മളും നന്നായിട്ട് തന്നെയാണ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കേ, അങ്ങനെ സ്റ്റൂവിനുള്ള ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർപ്പിൽ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഡാൽഡയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് ഡാൽഡ, ഈ സവാള വാടാൻ വേണ്ടി മാത്രം കുറച്ച് ഡാൽഡയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഞങ്ങൾ ചേർക്കാറില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുമ്പിൽ സ്റ്റൂവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. നമ്മൾ മസാല ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പും കറുവപ്പട്ടയും തക്കോലോ. നമ്മൾ ഗരം മസാലപ്പൊടി ഇടാറില്ലല്ലോ, അതിന് മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കാം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയുവേ, സവോളയും പച്ചമുളകും, അങ്ങനെ ഒന്നാം പോലെ എടുത്തു കേട്ടോ. നമ്മൾ കഷ്ണങ്ങൾ ഇടുവാണേ. സവോള ഒരു പകുതി വാടിക്കഴിയുമ്പോൾ നമ്മൾ പച്ചക്കറി ഇട്ടു. ഇനി രണ്ടാം പാൽ ഒഴിക്കുവാണേ. ഇനി നമ്മൾ രണ്ടാം പാലിൽ പച്ചക്കറിയായ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ചെടുക്കുവാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ചതച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല, ചതച്ചാൽ മതി. പൊടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കളറിന് വ്യത്യാസം വരും. അങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ വേവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ബീഫ്, പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീഫ് ഇടുവാണേ. ഇട്ടു. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റൂവിന് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കും. അത് അണ്ടിപ്പരിപ്പ് പുഴുങ്ങി, വെള്ളത്തിൽ പുഴുങ്ങി എടുത്തേക്കുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ കറികൾക്കൊക്കെ വറുത്തരച്ചൊക്കെയാണല്ലോ ചേർക്കുന്നത്. ഇത് പുഴുങ്ങിയിട്ടാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ കളറ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല വൈറ്റ് കളർ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളിത് പുഴുങ്ങി വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാവേ. നമ്മൾ ഓൾറെഡി ബീഫ് പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി പോരാത്ത ഉപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റൂവിനൊക്കെ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് മുമ്പിലേക്ക് ആയി കഴിയുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് മാറിപ്പോവും. ഉപ്പ് ഒരു മുമ്പിലേക്ക് വരരുത്, പുറകിൽ തന്നെ നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഒന്നാം പാലിൻ്റെ കുറച്ച് ബാലൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കും കേട്ടോ. ഇനിയാണ് കൊഴുപ്പ് ആക്കാൻ വേണ്ടിയാണേ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കോൺഫ്ലവർ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്റ്റൂ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി നന്നായിട്ട് പൊടിയണം കേട്ടോ. ഏലക്ക അതായത് നന്നായിട്ട് പൊടിയണമെങ്കിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും. അപ്പോൾ ഏലക്കപ്പൊടി കൂടി നമ്മൾ ചേർക്കുവാണ്. ഏലക്കപ്പൊടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് കോരി ഇടണം കേട്ടോ. നമ്മൾ നെയ്യ് ഒഴിക്കുവാണേ. ഈ നെയ്യ് ഉൾപ്പെടെ നമ്മൾ അതിലേക്ക് ഇടുവേ. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ തീ ഓഫ് ചെയ്തോ. ഇനി നമുക്ക് വറ ഇട്ട് കൊടുക്കാം. ആഹാ, നമ്മൾ ഈ പരുവത്തിലാണ് കേട്ടോ ഓഫ് ചെയ്തേക്കുന്നത്. ഇനി ഇരുന്നിങ്ങനെ കൊഴുപ്പാവും. അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫ് സ്റ്റൂ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ബീഫ് സ്റ്റൂവിന് ലൈവ് അപ്പമാണ്, അത് ഓഡിറ്റോറിയത്തിലാണ്. ഇത് നമ്മുടെ കിച്ചണിലാണ് ചെയ്യുന്നത്. ഇനി ഓഡിറ്റോറിയത്തിൽ പോയാൽ അപ്പം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇങ്ങനെ ഒഴിച്ചിട്ട് ബ്രെഡൊക്കെ കുതിർന്ന് കേട്ടോ. സ്റ്റൂവും ബ്രെഡും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. പൊളപ്പം സാധനം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.